സംസ്ഥാനത്ത് IAS തലപ്പത്ത് പോര് എന്നത് പുതിയ വാർത്തയല്ല. അതിൻ്റെ പേരിൽ ഈ പോരിൻ്റെ പേരിൽ എൻ പ്രശാന്ത് IAS ഇപ്പോഴും സസ്പെൻഷനിലാണ്. ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പോലും വിവാദം ഉണ്ടായത് കഴിഞ്ഞ ആഴ്ചയാണ്. നമ്മളത് വാർത്തകളിലൂടെ സജീവമായി കണ്ടിരുന്നു. ഈ IAS തലപ്പത്തെ പോരിന് ഒരു അന്ത്യമുണ്ടാകുമോ എന്നതായിരുന്നു ഇതിലൂടെ നോക്കിയിരുന്നത്. പക്ഷേ അടുത്തൊന്നും അത്തരത്തിലൊരു വാർത്ത പ്രതീക്ഷിക്കേണ്ട എന്നാണ് തോന്നുന്നത്. കാരണം ഈ തലപ്പത്തെ പോര് തുടരുക തന്നെയാണ്. മേലുദ്യോഗസ്ഥനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്നതാണ് എൻ പ്രശാന്തിനെതിരായ കുറ്റം. ഈ വിവാദങ്ങളെ തുടർന്നാണ് എൻ പ്രശാന്തിന് താൽക്കാലികമായിട്ടെങ്കിലും ഔദ്യോഗിക വൃത്തിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ചീഫ് സെക്രട്ടറിയും എൻ പ്രശാന്തും നേർക്കുനേർ എത്തിയിരിക്കുന്നു എന്നതാണ് വാർത്ത. കഴിഞ്ഞ ദിവസം എൻ പ്രശാന്ത് ഈ ഹിയറിങ്ങിന് വരാം, പക്ഷെ നിബന്ധനകളൊക്കെ ഉണ്ട് എന്ന് വച്ചിരുന്നു. അതെല്ലാം ചീഫ് സെക്രട്ടറി തള്ളുന്നൊരു കാഴ്ച കൂടി കണ്ടിരുന്നു നമ്മൾ. എന്തായാലും ബുധനാഴ്ച വൈകിട്ടാണ് ഹിയറിംഗ് നടക്കാനിരിക്കുന്നത്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഖിൽ പാലോട്ട് മേഡം വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ, ഇതിനൊരു അന്ത്യമില്ലേ ഈ പോരിന്? അനു, സംസ്ഥാനത്തെ IAS തലപ്പത്തുള്ള പോര് അത് പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കുറച്ചുകൂടി അത് ചീഫ് സെക്രട്ടറിയുമായി തന്നെ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരോപണ വിധേയനായി നിന്ന എൻ പ്രശാന്ത് ഹിയറിങ്ങിന് എത്തുന്ന സമയത്ത് അത് ലൈവ് സ്ട്രീമായി നടത്തണം, അതോടൊപ്പം തന്നെ അത് റെക്കോർഡ് ചെയ്യണമെന്നൊരു ആവശ്യമായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് ആദ്യം അംഗീകരിക്കാമെന്നതായിരുന്നു ചീഫ് സെക്രട്ടറിയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ നിലപാട്. എങ്കിൽ പിന്നീട് രണ്ടാമത് അത് അനുവദിക്കാൻ സാധിക്കില്ല. വകുപ്പ് തലത്തിൽ നടക്കുന്ന ഒരു നടപടിക്രമത്തെ അത് ലൈവ് സ്ട്രീമായി ഒന്നും പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്നൊരു കാര്യമാണ് പിന്നീട് ചീഫ് സെക്രട്ടറി എൻ പ്രശാന്തിനെ അറിയിച്ചിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് ഫേസ്ബുക്കിൽ തന്നെ എൻ പ്രശാന്തൻ തുറന്ന ഒരു കത്തെഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതായത് ചീഫ് സെക്രട്ടറി ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി അറിയിച്ചു, ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നോട് പറഞ്ഞതാണ്. എന്നാൽ പിന്നീട് ഇത് കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല എന്നുള്ള ഒരു വിമർശനമാണ് എൻ പ്രശാന്തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ചീഫ് സെക്രട്ടറിയുമായി ഒരു വാക്പോര് നടത്തുന്ന എൻ പ്രശാന്തൻ ഈ സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരുടെ ഒരു ചട്ട റൂളുണ്ട്. ആ റൂളിന് പുറത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് എന്തായാലും അച്ചടക്ക നടപടി കൂടുതലായി അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി അഖിൽ.